എറണാകുളം കോതമംഗലത്ത് വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാൻ ശ്രമം. 13 മണിക്കൂറിലധികമായി ആന കിണറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാർ നേരത്തെ പ്രതിഷേധിച്ചു. വൈദ്യുതി വേലി ഉൾപ്പെടെ ഉടൻ സ്ഥാപിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ആന കിണറ്റിൽ വീണത്. രാവിലെ 6 മണിക്ക് വെള്ളമെടുക്കാനെത്തിയവരാണ് ആനയെ ആദ്യം കണ്ടത്. അസുഖബാധിതരായ വർഗീസിന്റെയും മേരിയുടെയും കിണറ്റിൽ കാട്ടാന വീണതോടെ കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടി. എന്തോ ചാടി കിടപ്പുണ്ട്, എന്നാന്നറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ച് എന്നെ കയറി നോക്കിയേച്ച് പറഞ്ഞു, ചേച്ചി ആനയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ കുടിച്ചോണ്ടിരുന്ന വെള്ളം ഞങ്ങളുടെ പറമ്പിൽ എന്ത് നട്ടാലും അത് ചവിട്ടി കൂട്ടി എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പൊ തെങ്ങും തൈ കളഞ്ഞു. 2 പ്രാവശ്യമായി ഇപ്പൊ തെങ്ങും തൈ കളയണം. ഇന്നും തെങ്ങും തൈ കളഞ്ഞു. രൂക്ഷമായ കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. നിരവധി കൃഷിക്കാരോടൊപ്പമുണ്ട്. ആനശല്യം രൂക്ഷമായ പറമ്പുടമസ്ഥനാണ് ഞാൻ. ആരെങ്കിലും വിളിച്ചവര് ഇവിടെ മന്ത്രി വന്ന് 1 വർഷമായി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് പോയിട്ടുണ്ടോ? 30 മീറ്റർ വിസ്താ ക്ലിയറൻസ്, തൂക്കുവേലി, ഫെൻസിംഗ് എല്ലാം ഇവിടെ പ്രഖ്യാപിച്ചിട്ട് പോയി. 1 വർഷമായി. കളക്ടറും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കം MLA തടഞ്ഞു. 1.5 വർഷം മുൻപ് സമീപത്തെ കിണറ്റിലും കാട്ടാന വീണിരുന്നു. അന്നും വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ആനയെ പുറത്തെത്തിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.